ഒരാഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയി. ഞാനൊരു വിദ്വാനല്ല, രാഷ്ട്രീയ വിദ്വാനല്ല. ഞാൻ വിചാരിച്ചു, മുഖ്യമന്ത്രി മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിൻ്റെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എല്ലാം നന്നായിട്ട് നടക്കണ്ടാവും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ജനങ്ങൾ എല്ലാ പ്രശ്നങ്ങളും അവർ പരിഹരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി. പോകുമ്പോൾ ആ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ പാർട്ടിക്കാരെന്നോട് പറഞ്ഞു, അയ്യോ രാജുവേട്ടാ, അത് ഭയങ്കര കോട്ടയല്ലേ, CPM-ന്റെ കോട്ടയല്ലേ, അവിടെ പോണോ? അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെയാണ് ഈ കോട്ടയാവുന്നത്? ഇവർ മഹാരാജാവുമാരാണോ? ഇത് ജനാധിപത്യ സംവിധാനമല്ലേ? ഒരു അസംബ്ലി സെഗ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു MLA അല്ലേ? MLA-ന്റെ ഉത്തരവാദിത്വമല്ലേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? MLA-ന്റെ കടമയല്ലേ ഇത്? അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞു 3000 പേര് വരും, 5000 പേര് വന്നു. ഈ മുതിർന്ന നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കുടിവെള്ളമില്ല, വീടില്ല, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, തൊഴിലില്ല. എത്രയോ പേര് വന്നിട്ട് ഞങ്ങളോട് പറയുന്നു, ഈ പദ്ധതി ഞങ്ങൾക്ക് കിട്ടാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതം, ഈ ഒരു ആശ്ചര്യം. ഇത് പിന്നെ എന്തിനാണ് ഇവർ MLA ആവുന്നത്? എന്ത് വിചാരിച്ചിട്ടാണ് ഇവർ MLA ആവുന്നത്? അസംബ്ലിയിൽ പോയിട്ട് കസരത്ത് ചെയ്യണോ? എന്താ നാടകം ചെയ്യാനാണോ? രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ജനങ്ങളത് ഏറ്റെടുക്കണം. ഒരു MLA-ന്റെ കടമയാണ്, ഡ്യൂട്ടിയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ MLA ആവേണ്ട ആവശ്യമില്ല. പിന്നെന്തിനാ MLA ആയിട്ട് കുത്തിയിരിക്കുന്നവിടെ? അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രതിപക്ഷ നേതാവ്, 10 കൊല്ലം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിന്റെ നേതാവിന്റെ അസംബ്ലി സെഗ്മെന്റിൽ പോവാം. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ വലിയ ആളല്ലേ? അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ കാണട്ടെ എന്ത് വികസനം നടക്കുന്നു. അത് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരൊന്നും ചെയ്യുന്നില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലാണോ താല്പര്യമില്ലാതെ എനിക്കറിയില്ല. പക്ഷേ പരവൂരിന്റെ സ്ഥിതി ഞാൻ റിപ്പോർട്ട് എടുത്തപ്പോൾ എന്താണ് സ്ഥിതി? ഇന്നും കുടിവെള്ളം ഒരു ബേസിക് അവകാശമാണ്, ജനങ്ങളുടെ ഒരു ജനമാവകാശമല്ല, ബേസിക് അവകാശമാണ്. കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നില്ല. വീടില്ലാത്ത എത്ര പേരുണ്ട്? തൊഴിലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. തൊഴിലിന് പറയാൻ അവസരങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. തെരുവുനായ ശല്യം, മാലിന്യം, ഇതെല്ലാം നമ്മൾ 2026 ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു നാണക്കേടല്ലേ? ഒരു MLA, ഒരു നേതാവ് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നില്ല, ഒരു നാണക്കേടല്ലേ? അപ്പൊ ഞാൻ പേഴ്സണൽ പോളിറ്റിക്സ് ചെയ്യുന്ന വ്യക്തിയല്ല. പക്ഷേ എനിക്കൊരു കൃത്യമായ ഒരു വ്യക്തതയുണ്ട്. ഒരു MLA ആവണമെങ്കിൽ, MLA ആയാൽ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണം. അതാണ് രാഷ്ട്രീയം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയി ചെയ്യാം. ഡൽഹി പോയിട്ട് രാഹുൽ ഗാന്ധിന്റെ ബ്രീഫ് കേസും പിടിച്ച് നടക്കുക. ഇവിടെ ഒരു നല്ല MLA വരട്ടെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു MLA വരട്ടെ. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ, നമ്മുടെ ഡെമോക്രസിയിൽ ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് കൊണ്ടുവരണം. ഈ മാറ്റമാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ 40% വിവാദം, നുണ പ്രചരണം ചെയ്തോളൂ. പക്ഷെ 60% ജനങ്ങളുടെ വികസനത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ? അപ്പോ ഈ അദാലത്തിൽ ഞാൻ ഇവിടെ ഇന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അടുത്ത 2-3-4 ദിവസത്തിൽ വരാൻ പോകുന്നു. പക്ഷേ ഇവിടെ കിട്ടുന്ന എല്ലാ പരാതികളും ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. അതിനൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ജൂലൈ ഓഗസ്റ്റ് 2025 30 ജില്ലാ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. BJP ഹെൽപ്പ് ഡെസ്ക്, വികസിത കേരളം BJP ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞൊരു സംവിധാനം. ഈ കഴിഞ്ഞ 6-8 മാസത്തിൽ മാത്രം 1 ലക്ഷത്തിന് കൂടുതൽ മലയാളികളെ സഹായിച്ച പാർട്ടിയാണ് BJP NDA. ചെറിയ പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങൾ എല്ലാം കൃത്യമായി ഹെൽപ്പ് ഡെസ്ക് വഴി ഞങ്ങൾ പരിഹരിച്ച് നരേന്ദ്രമോദിജിന്റെ സർക്കാരിനൊപ്പം വർക്ക് ചെയ്ത് പരിഹരിച്ച BJP NDAക്ക് പറയാൻ കഴിയും. അത് വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറയാൻ കഴിയുമോ? ഇല്ല.
അപ്പൊ ഇതാണ് വ്യത്യാസം. ഈ ഇലക്ഷന്റെ സമയത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ രാഷ്ട്രീയ ചർച്ചയെല്ലാം നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, വ്യത്യാസമുണ്ട്. BJP NDA പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ജനങ്ങളെ സേവിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പവറോ അതൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. അവസരം ജനങ്ങളെ സേവിക്കാൻ ഞങ്ങൾ ചോദിക്കും ഈ ഇലക്ഷൻ. ആ മാറ്റം കൊണ്ടുവരാൻ ഈ വരാൻ വന്ന ഇലക്ഷൻ ഒരു അവസരമായിട്ട് നിങ്ങൾ എല്ലാവരും കാണുന്നു ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ പരവൂരിൽ നടക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാര്യമില്ല. ഞാനിപ്പോൾ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ഒരു 30 പേജിലെ റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ. പിന്നെ എന്തിനാണ് ഇവർ MLA ആയിട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കാനും അത് പരിഹരിക്കാൻ ഞങ്ങൾ 100% ഞങ്ങളുടെ ഒരു അധ്വാനം ഉണ്ടാവും, ശ്രമിക്കുമെന്ന് പറഞ്ഞ്, അത് എൻ്റെ ഉറപ്പാണ്, പാർട്ടിയുടെ ഉറപ്പാണെന്ന് ഞാൻ പറയുന്നു. ഇത് മാത്രം പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.